ദേ ഞാൻ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കായംകുളം റെയിൽവേ സ്റ്റേഷനിലാണ്. ദേ കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ ഇന്ന് കായംകുളത്ത് നിന്ന് ആലപ്പുഴ വഴി കുപ്പം, നമ്മുടെ ആന്ധ്രാപ്രദേശിലുള്ള ചിറ്റൂർ ജില്ലയിലെ കുപ്പം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മുടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ, ഇപ്പോഴത്തെ തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആരംഭിക്കുന്ന 16316 മൈസൂർ എക്സ്പ്രസ്, മൈസൂർ വരെ പോകുന്ന മൈസൂർ എക്സ്പ്രസ്സിനാണ് ഞാൻ കുപ്പത്തേക്ക് യാത്ര ചെയ്യുന്നത്. നമ്മുടെ ചാനലിലെ ആദ്യത്തെ ട്രെയിൻ യാത്ര കൂടിയാണ്. അപ്പോഴേ യാത്രാവിശേഷങ്ങൾ ഏറെയും കണ്ടുവരാം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് സമയം 4:43. നമ്മുടെ വണ്ടി ഏകദേശം ഒരു 6:15 കൂടിയേ നമ്മുടെ കായംകുളം സ്റ്റേഷനിലെത്തത്തുള്ളൂ. ഇതേ ഈ വരുന്നത് ജനശതാബ്ദിയാണ് കേട്ടോ. 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ജനശതാബ്ദി വരുന്നത്. ഇത് കണ്ണൂർക്കുള്ള വണ്ടിയാണ്, എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ. പുതിയ കോച്ചുകളൊക്കെ തന്നെയാണ് ജനശതാബ്ദിയിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നമ്മളൊരു ട്രെയിനിൽ പോകുന്ന യാത്ര അത് ചിത്രീകരിക്കുന്നത്. WAP7 ലോക്കോമോട്ടീവ് 39339 രാജ്പുര. ഫുള്ള് നീലയാണ് ഈ വണ്ടി കണ്ടോ, നല്ല രസമുണ്ടല്ലേ. AC കോച്ചുകളുണ്ട്, AC1, C2, C3. ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. യാത്ര ചെയ്യാനായിട്ടുള്ള ടിക്കറ്റും പ്ലാറ്റ്ഫോം ടിക്കറ്റുകളും എല്ലാം തന്നെ ഇവിടെ ലഭിക്കും. കായംകുളം റെയിൽവേ സ്റ്റേഷൻ അറിയാത്തവർക്കായിട്ട് പറഞ്ഞത്. ഇവിടെ ഒരു ടൈം ഷെഡ്യൂൾഡ്, അത് പരശുരാം എക്സ്പ്രസ് ആണ് കേട്ടോ. തിരുവനന്തപുരത്തേക്കിന് പോവാണ്. WAP4 ലോക്കോമോട്ടീവ് എഞ്ചിനാണ് പരശുരാം എക്സ്പ്രസ്. സമയം 4:47. കായംകുളത്ത് നിന്ന് വിട്ടിരിക്കുകയാണ് വണ്ടി. അപ്പോഴേ തിരുവനന്തപുരം മുതൽ കണ്ണൂർ പോകുന്ന ട്രെയിന് എടുത്തിരിക്കുകയാണ് ഇവിടുന്ന്. അതുപോലെ തന്നെ നമ്മുടെ പരശുരാമും എടുത്തിരിക്കുകയാണ്. ഇത് ഫസ്റ്റ് പ്ലാറ്റ്ഫോമാണ് നമ്മൾ നിൽക്കുന്നത്. 1, 2, 3. നമുക്ക് ഓവർ ബ്രിഡ്ജ് ഉണ്ട് ഇങ്ങനെ കയറിപ്പോകാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ ലിഫ്റ്റുകളും ഉണ്ട് കേട്ടോ. ലിഫ്റ്റ് സൗകര്യവും ലഭ്യമാണ്. അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ റെയിൽവേയുടെ ക്യാൻറ്റീനുണ്ട്. ഇവിടെ വെജിറ്റേറിയൻ ഫുഡൊക്കെ ഇവിടെ കിട്ടും. അപ്പം നമ്മുടെ വണ്ടി വരുന്നത് ഏകദേശം ഒരു 6:15 ആകും. 16:31 മൈസൂർ എക്സ്പ്രസ്സാണ് നമ്മൾ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ്. നമ്മളിന്ന് കുറച്ച് നേരത്തെയാണ് വന്നേക്കുന്നത്. ഇനി ഏകദേശം 1.5 മണിക്കൂറോളം പോസ്റ്റ് പോകാനായിട്ട് 3 പരിപ്പടിയും ചായ. Your attention please. Train number 16345 Lokmanya Tilak Trivandrum Netravati Express will arrive shortly on Kayangulam Junction. Platform number 1. ഈ വരുന്നത് നേത്രാവതി എക്സ്പ്രസ് ആണ്. WAP7 ലോക്കോമോട്ടീവ് എഞ്ചിനാണ്. അടിപൊളി. ഇത് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ഫ്രണ്ടിൽ 3 ജനറൽ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇത് ലോക്കൽ കമ്പാർട്ട്മെൻ്റാണ്. ദീൻ ദയാലു കോച്ചാണിത്. നല്ല വൃത്തിയുള്ള കോച്ചാണ്. പക്ഷെ നല്ല തിരക്കുണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. തിരുവനന്തപുരം ലോക്മാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് ആണ് നമ്മുടെ മുമ്പിലൂടെ ഇപ്പം കായംകുളം ജംഗ്ഷനിൽ നിന്ന് വീട്ടിൽ തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. AC കോച്ചൊക്കെ ഉണ്ടല്ലേ. A2, AC2 ടയർ. നല്ല ആളുണ്ട് കേട്ടോ ഇതിന്. അത്യാവശ്യം നല്ല ആളുകളൊക്കെ തന്നെയുണ്ട്. ഒരുപാട് ജനങ്ങൾ ഈ വണ്ടിക്കുണ്ട്. ഇരുന്നത് ഗുരുദേവ് എക്സ്പ്രസ് ആണ്. 12660 ഗുരുദേവ്. ഷാലിമാർ ജംഗ്ഷനിൽ നിന്ന് നാഗർകോവിലേക്ക് വരുന്ന ഗുരുദേവ് എക്സ്പ്രസ് ആണ് ഈ വരുന്നത്. WA34 ആണ്. ചവർ വണ്ടി എന്നല്ലാതെ ഒന്നും തന്നെ പറയാനില്ല ഗുരുദേവിനെ കുറിച്ച്. ഏറ്റവും കൂടുതൽ ബംഗാളികൾ വരുന്നു പോകുന്ന വിവേക് എക്സ്പ്രസ് കഴിഞ്ഞാലുള്ള ഒരു വണ്ടി കൂടിയാണ് ഈ ഷാലിമാർ.
അപ്പോൾ അതിൻ്റെ ലോക്കൽ കമ്പാർട്ട്മെൻറ്റൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം വീറും വൃത്തിയുള്ള വണ്ടിയാണ്. ഇതിൽ ഞാൻ പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം. ഷാലിമാറിൽ നിന്ന് നാഗർകോവിൽ, തമിഴ്നാട്ടിലെ നാഗർകോവിൽ ജംഗ്ഷൻ വരെയാണ് സർവീസ് നടത്തുന്നത്. ഇപ്പോൾ ഇത് കായംകുളം ജംഗ്ഷനിൽ 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ഈ ഗുരുദേവ് എക്സ്പ്രസ് നിൽക്കുന്നത്. ഇതാണ് ആ ഗുരുദേവ് എക്സ്പ്രസ്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 5:18. വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ച്. ഇവിടെ സ്റ്റോപ്പില്ലേ? ആഹാ, ഇതിനിവിടെ സ്റ്റോപ്പില്ല കേട്ടോ. സ്പീഡ് കൂടി. ഞാൻ ഓർത്ത് നിർത്തുവന്ന് കരുതി എണ്ണീറ്റ് വന്നതാണ്, പക്ഷേ സ്റ്റോപ്പില്ല. പോയി. ടാറ്റാ. കായംകുളത്ത് സ്റ്റോപ്പില്ലാത്ത. WG9HC എഞ്ചിനാണ്. ഇത് ലോക്കൽ ട്രെയിൻ, ഫുൾ ലോക്കൽ ട്രെയിൻ. നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ് ട്രെയിനാണ് ഇത്. നമ്മുടെ ജനശതാബ്ദിയുടെ കോച്ചാണ് കേട്ടോ ലോക്കലിൽ എടുത്തിട്ടേക്കുന്നത്. 6:26 ആയപ്പോഴത്തേന് ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ ട്രെയിൻ വന്നിരിക്കുകയാണ്. 16316 മൈസൂർ എക്സ്പ്രസ്. കട്ട വെയിറ്റിങ്. നമ്മൾ യാത്ര ചെയ്യുന്നത് S8-ലാണ്. നമ്മൾ കായംകുളം മുതൽ കുപ്പം വരെയാണ് യാത്ര ചെയ്യുന്നത്. ഏകദേശം ഒരു 900 കിലോമീറ്ററോളം അടുത്ത് ഉണ്ട് നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. എന്താണ് WAP7 ലോക്കോമോട്ടീവ് എഞ്ചിനാണ് ഇതിന് അടുപ്പിച്ചിരിക്കുന്നത്. വൈറ്റ് WAP7. ഫ്രണ്ടിലായിട്ട് 3 ലോക്കൽ കമ്പാർട്ട്മെൻറ്റ്, അല്ല 2 ലോക്കൽ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. 2 ലോക്കൽ കമ്പാർട്ട്മെൻറ്റ്, 2 അല്ല 3 ഉണ്ട് കേട്ടോ. 3 ലോക്കൽ കമ്പാർട്ട്മെൻറ്റ്. AC B1 B2. നമ്മൾ S8 ഏറ്റവും പുറകിലാണ്. ഇനി ഇതിനകത്ത് കയറിയിട്ട് കാഴ്ചകൾ കാണാം. S1 സ്ലീപ്പറായി. മൈസൂർ തിരുവനന്തപുരം നോർത്ത്. ഇത് നേരത്തെ നമ്മുടെ കൊച്ചുവേളിയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇപ്പം കൊച്ചുവേളി മാറി നോർത്ത് ആയാലോ, തിരുവനന്തപുരം നോർത്ത് സ്റ്റേറ്റ്. ഡോറിനടുത്തുള്ളത് തന്നെ സീറ്റ് 80. S8-ൽ 80 സീറ്റ് നമ്പർ. കായംകുളം സ്റ്റേഷൻ ഇവിടെ വിടാം. കൊച്ചുവേളിയിൽ നിന്ന് ഇത് എടുത്തിട്ടേ ഉള്ളൂ. തിരുവനന്തപുരം സൗത്തിൽ നിന്ന് ഇത് എടുത്തിട്ടേ ഉള്ളത് കൊണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. നമുക്ക് വാഷ് ബേസിനൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഡസ്റ്റ്ബിനാണ്, എല്ലാം ക്ലീനാക്കി വെച്ചേക്കാണ്. ഡസ്റ്റ്ബിൻ ഓപ്പൺ ആകാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഒരു ഡസ്റ്റ്ബിന് വേണ്ടിയിട്ടുള്ളൊരു കവർ ഇട്ടിട്ടുണ്ട്. അതിനകത്താണ് വേസ്റ്റൊക്കെ ഇടുന്നത്. ഇതിനപ്പുറം ലോക്കൽ കമ്പാർട്ട്മെൻറ്റാണ്. ഇതുകൊണ്ട് ഇവിടെ തീരുകയാണ്. ഇപ്പോൾ ബാത്റൂം കൊണ്ട് വിസിറ്റ് ചെയ്യണം. ഇതിൻ്റെ 2 ക്ലോസറ്റും ഇന്ത്യനാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂം എന്നല്ലാതെ ഒന്നും പറയാനില്ല. ഇപ്പോൾ എല്ലാം നീറ്റാണ്, ക്ലീനാണ്. നാളെ അറിയാം എന്താകും. ഇത് ഇന്ത്യനാണ്. ബാത്റൂമിൽ യൂസ് ചെയ്തതിന് ശേഷം തന്നെ ഈ ഫ്ലഷ് ബട്ടൺ ഒന്ന് നോക്കി കഴിഞ്ഞാൽ പുതിയ സെറ്റപ്പല്ല. ഞാൻ കാണുന്നത് ഇത് ആദ്യമായിട്ടാണ്. പുതിയ ട്രെയിനുകളിലെല്ലാം ഇങ്ങനെ തന്നെയാണ് വരുന്നത്. നേരത്തെ അല്ലെങ്കിൽ നമ്മളിവിടെ ഒരു സാധനം ഉണ്ട്, ഇങ്ങനെ ഞെക്കുണ്ട്. ഇപ്പോൾ അതൊന്നും വേണ്ട. ചെറിയൊരു വാഷ് ബേസിൻ ഉണ്ട്, സോപ്പൊക്കെ വെക്കാം, കുളിക്കാം, സെറ്റപ്പാണ്. വെള്ളമൊക്കെ ഉണ്ട്, നൈസാണ്. ആകെപ്പാടെ ഇങ്ങനെ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് ദുരിത യാത്രയല്ലേ. പക്ഷെ കുഴപ്പമില്ല. ബാത്റൂം ഒക്കെ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഇതെല്ലാം ഇനി ഷവറാകും.
അപ്പം ഒന്നുകൂടെ ഞെക്കിയേക്കാം. വെള്ളം പാഴാക്കണ്ട, ഞെക്കുന്നില്ല. അതുപോലെ തന്നെ മഗ്ഗുണ്ട്, മഗ്ഗിലെടുത്ത് കഴുകാനായിട്ടുള്ള ടാപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കഴുകാനായിട്ട് മഗ്ഗിൽ വെള്ളം എടുക്കാനുള്ള ടാപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കഴുകുന്നത് നമ്മൾ തന്നെ ചെയ്യണം. അപ്പം ഇതാണ് ഇന്ത്യൻ റെയിൽവേയുടെ നമ്മൾ പോകുന്ന 16316 ട്രെയിൻ മൈസൂർ സെൻട്രൽ, മൈസൂർ ജംഗ്ഷൻ ചെല്ലും. സെൻട്രൽ റെയിൽവേ മൈസൂർ എക്സ്പ്രസ്സിലെ കാഴ്ചകൾ, ബാത്റൂം കാഴ്ചകൾ. ഇനി ഇത് അമ്പലപ്പുഴ അല്ല, അടുത്ത ഹരിപ്പാടാണ് സ്റ്റോപ്പ്. ഇനി ഇതിന് ഹരിപ്പാട് സ്റ്റോപ്പുണ്ട്, അതുപോലെ തന്നെ അമ്പലപ്പുഴയുണ്ട്, അതുപോലെ തന്നെ ആലപ്പുഴ. അത് കഴിഞ്ഞാൽ പിന്നെ എറണാകുളത്താണ് സ്റ്റോപ്പുള്ളത്. ഇതേ നമ്മൾ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷൻ വന്നിരിക്കുകയാണ്. ഏകദേശം സമയം ഇപ്പം 6:43. നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് S8 എന്ന് പറയുന്നത്. ഇതങ്ങോട്ട് ലോക്കൽ കമ്പാർട്ട്മെൻറ്റ്. ഏകദേശം 3 കോച്ചാണ് ലോക്കലുണ്ട്. അതെ, 3 കോച്ച്. 3 2 കോച്ചാണ് ലോക്കലുണ്ട്. ഇതുവഴിയൊക്കെ കയറി വരുന്നു. അപ്പം ഹരിപ്പാട് വന്നു. ഹരിപ്പാട് നേരെ അമ്പലപ്പുഴ, ഇനി അടുത്ത ചേർത്തല. അത് കഴിഞ്ഞ് ചേർത്തലയ്ക്ക് മുമ്പ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ആലപ്പുഴ കഴിഞ്ഞിട്ട് ചേർത്തല കഴിഞ്ഞിട്ട് എറണാകുളം ജംഗ്ഷൻ. എറണാകുളത്ത് എത്തുമ്പോൾ ഏകദേശം ഒരു 8:30 സമയമാവും. അപ്പോൾ തന്നെ ഇരുട്ടി തുടങ്ങി. S8 അത്യാവശ്യം നീറ്റ് കോച്ചൊക്കെ തന്നെയാണ്. ബാക്കിയൊക്കെ നാളെ രാവിലെ നോക്കുമ്പോൾ അറിയാം. പുറത്ത് നല്ല മഴയാണ്. നമ്മൾ ആലപ്പുഴ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോഴ് സമയം എന്ന് പറയുന്നത് ഏകദേശം 7:26 ആയിട്ടുണ്ട്. നല്ല കാലാവസ്ഥ, മഴ തകർത്ത് പെയ്യുകയാണ്. കണ്ടോ, അത്യാവശ്യം നല്ല മഴ. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വണ്ടി നിർത്തി മഴ പെയ്ത് തോർന്ന് കിടക്കുകയാണ് നമ്മുടെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ. നോക്കിയേ, അപ്പോഴേ നമ്മുടെ വണ്ടിയുടെ സിഗ്നലായി ആലപ്പുഴ RMS ആണ് ഈ കാണുന്നത്. ഈ വണ്ടിക്ക് ലോക്കലിൽ നല്ല തിരക്കാണ് കേട്ടോ. നമ്മുടെ ലാസ്റ്റ് കമ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് നമ്മുടെ ഈ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് കയറുന്നുണ്ട്. തന്നെ അവർ വന്നതാണ്, പക്ഷേ ട്രെയിൻ വെയിറ്റിങ്. അടുത്ത ട്രെയിനെ അവർക്ക് വരാൻ പറ്റത്തുള്ളൂ. ഓടി കയറാം, പക്ഷേ അവർ ഓടി കയറത്തില്ല. വിട്ട് കഴിഞ്ഞാൽ കയറരുതെന്നാണ്. അപ്പോൾ ഇത് RMS ആണ് കേട്ടോ. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ RMS ആണ് ഈ കാണുന്നത്. ഇത് RPF, കേരള റെയിൽവേ പോലീസ് സ്റ്റേഷൻ ആലപ്പുഴ. ഇത് റെയിൽവേ, ഇതാണ് RPF ഈ കാണുന്നത്. അത്യാവശ്യം നല്ല തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. നമ്മുടെ വണ്ടി ഇവിടെ ഏകദേശം ഒരു 2 മിനിറ്റോളം നിർത്തി. ഈ നമ്മുടെ വണ്ടിക്ക് വന്നിറങ്ങിയ ആളുകൾ തന്നെയാണ് ഈ നടന്നു പോകുന്നതിൽ ഭൂരിഭാഗം പേരും. ഇതാണ് ഞാൻ സഞ്ചരിക്കുന്ന കോച്ച്. S8 ആണ് കേട്ടോ. 16316 S8 സ്ലീപ്പർ കോച്ചിലാണ് ഞാൻ സഞ്ചരിക്കുന്നത്. അപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇത് പഴയൊരു കോച്ചാണ് കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും പഴയൊരു കോച്ചാണ് ഇത്. ഫാനൊക്കെ കാണുമ്പോഴും റൂഫൊക്കെ കാണുമ്പോഴും നമുക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പുറത്തല്ല പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അകം പഴയത് തന്നെയാണ് ഇപ്പോഴും നമുക്ക്. ഇവിടുത്തെ ഇതൊക്കെ കീറിക്കളഞ്ഞിരിക്കുകയാണ്. കൺട്രോൾ റൂം നമ്പരും മറ്റ് ഹെൽപ്പ് ലൈൻ നമ്പരും ഒക്കെ തന്നെ കീറിക്കളഞ്ഞ അവസ്ഥയാണ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഇതുപോലുള്ള കച്ചവടക്കാരൊക്കെ ചെയിനൊക്കെ ഉണ്ട് വണ്ടിയിൽ. നമ്മൾ കൊങ്കണൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് ഒരുപാടുണ്ട് കേട്ടോ. അവിടെയുണ്ട് ആ ചേച്ചിമാരൊക്കെ അടുത്ത് കണ്ടോ. പലതരത്തിലുള്ള കീ ചെയിൻസ് ആണെങ്കിൽ എൻ്റെ അടുത്ത് കുറേ കൊണ്ട് വെച്ചിട്ടുണ്ട്. ദൈവങ്ങളാണ് മൊത്തം. അവിടെയൊക്കെ വേറെ സ്പൈഡർമാനും സൂപ്പർമാനും നെയിൽ കട്ടറും അങ്ങനെയൊക്കെ ഒത്തിരി. അങ്ങനെ ഏറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ വാതിൽപ്പടിയിലേക്ക് വന്ന് നിൽക്കുകയാണ്. ഡോറൊക്കെ തുറന്ന് ഇവിടെ വന്നിരിക്കുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് നമ്മുടെ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ അടുക്കാറായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 5 മിനിറ്റിനുള്ളിൽ അതിന് താഴെയുള്ള മിനിറ്റിൽ നമ്മൾ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. രാത്രിയിൽ ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ. ഇവിടെ ഒരു ചർച്ചുണ്ട്. അവിടുത്തെ ഒരു ചർച്ചാണ് ലൈറ്റൊക്കെ ഇട്ട് അതിമനോഹരമാക്കിയിരിക്കുന്ന കാഴ്ച. അങ്ങനെ നമ്മൾ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിന് പോകത്തില്ല കേട്ടോ. നമ്മളിപ്പം വന്നിരിക്കുന്ന എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയും. ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്.
നിരനിരയായിട്ട് ധാരാളം ട്രെയിനുകൾ ഇവിടെ കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ തൊട്ട് മുമ്പിലാണെങ്കിൽ ഒരു ലോക്കോമോട്ടീവ് എഞ്ചിന് നമുക്ക് കാണാം. അത്യാവശ്യം നല്ലൊരു എന്താ പറയുക റെയിൽവേ സ്റ്റേഷൻ കാഴ്ച തന്നെ. ആ ഓവർ ബ്രിഡ്ജുകളൊക്കെ തന്നെ അതിൽ കൂടെ ആളുകളൊക്കെ നടക്കുന്ന കാഴ്ച, ലൈറ്റൊക്കെ തെളിഞ്ഞ് അടിപൊളി ഒരു നല്ല രസമുണ്ടല്ലേ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ രാത്രിയിൽ കാണാനായിട്ട്. ഇവിടെ നമ്മുടെ ട്രെയിന് ഏകദേശം ഒരു 5 മിനിറ്റോളം നിർത്തിയിടും കേട്ടോ. ഈ കാണുന്ന ഒരു ലോക്കോമോട്ടീവ് എഞ്ചിനാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്നത് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. എറണാകുളം സൗത്ത്. ഈ കാണുന്നതാണ് റെയിൽവേ പോലീസ് സ്റ്റേഷൻ എറണാകുളം ജംഗ്ഷൻ. ഒത്തിരി പേര് ഈ വണ്ടിക്ക് വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും തന്നെ ഇറങ്ങി പോകുന്ന കാഴ്ച. ഇറങ്ങിയല്ലാതെ എങ്ങോട്ട് പോകാനല്ലേ. ഈ കാണുന്നത് മെട്രോ ആണ് കേട്ടോ. മെട്രോയുടെ പില്ലറാണ്. മെട്രോ പോകുന്നു. ലോക്കലിൽ നല്ല തിരക്കാണ് കേട്ടോ. നല്ല തിരക്കുണ്ട് ലോക്കലിൽ. ഇപ്പം സമയം 8:41. ഞാൻ നമ്മുടെ സീറ്റ് നമ്പർ 80 എനിക്ക് കിട്ടിയ ഏറ്റവും ലാസ്റ്റ് സീറ്റ് നമ്പറാണ്. സൈഡിലെ അപ്പർ ബർത്താണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അവിടെ കയറി കിടക്കുകയാണ്. ഇവിടെ ഒരു കാര്യം ഞാൻ കാണിച്ചിരുന്നു കേട്ടോ. ഇവിടെ ഒന്നും തന്നെ സ്ക്രൂ ഇല്ല, മൊത്തത്തിൽ അഴിച്ചെടുത്തുകൊണ്ട് പോയേക്കാണ്. ഈ റിബേറ്റ് ഉണ്ടോ, ഇത് പോലും ശരിക്കല്ല അടിച്ചേക്കുന്നത്. ഇത് കാരണം നമ്മുടെ ദേഹത്തൊക്കെ തന്നെ കൊണ്ടു കയറാനുള്ള ചാൻസ്. എൻ്റെ പുറത്തത് കൊണ്ടു കയറിയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഉള്ള സ്ക്രൂ മൊത്തം അഴിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. എന്ത് സുഖമാണ് ഇതിൽ നിന്ന് കിട്ടുന്നതെന്ന് നമുക്കറിയത്തില്ല. പഴയൊരു കോച്ചാണ് കേട്ടോ. കുഷനിങ്ങും ഒക്കെ തന്നെ പഴയതായതുകൊണ്ട് അത്രയ്ക്ക് വലിയ യാത്രാസുഖമൊന്നും എനിക്ക് ഈ യാത്രയിൽ ലഭിച്ചില്ല. ഞാൻ കിടക്കുകയാണ്. അപ്പം ഈ കാണുന്നത് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ വിട്ടിരിക്കുകയാണ്. നമ്മളുടെ ഡോറൊക്കെ തന്നെ ലോക്ക് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ അവിടെ പോയി കിടക്കുകയായിരുന്നു. അപ്പം വന്നപ്പോഴത്തേന് ഡോറുകളൊക്കെ തന്നെ ലോക്ക് ചെയ്ത് ഇട്ടേക്കുന്ന കാഴ്ച. എനിക്കൊന്ന് ലാസ്റ്റ് കമ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട്, ഇത് ലാസ്റ്റ് കമ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് ലോക്കലിൽ നിന്നുള്ളവർ ഇങ്ങോട്ട് കയറാൻ സാധ്യത. അതുകൊണ്ടായിരിക്കാം ഡോറുകളൊക്കെ തന്നെ ലോക്ക് ചെയ്തേക്കുന്നത്. ഇപ്പം സമയം എന്ന് പറയുന്നത് 11:30 കഴിഞ്ഞതിന് ശേഷമാണ് ഉള്ള സമയമാണ്. അപ്പോൾ ഇനി നമുക്ക് കാഴ്ചകളൊന്നും തന്നെ കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇനി നമുക്ക് രാവിലെ കാണാം. സമയം രാവിലെ 5:10 അടുക്കുന്നു. അപ്പോഴേ നമ്മുടെ വണ്ടി ഇപ്പോഴേ തിരുപ്പത്തൂർ സ്റ്റേഷൻ വിട്ടിരിക്കുകയാണ്. തിരുപ്പത്തൂർ സ്റ്റേഷൻ ഏകദേശം ഒരു 5:54 56 കൂടിയിട്ട് നമ്മൾ കുപ്പം റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതായിരിക്കും. ഇവിടെ എല്ലാം തന്നെ ലോക്കൽ ആൾക്കാർ ഡോറൊക്കെ തുറന്ന് അകത്ത് കയറി ഇരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ സീറ്റ്. ഒട്ടും യാത്രാസുഖവും കംഫോർട്ടും ഇല്ലാത്ത സീറ്റിംഗ് ആയിപ്പോയി. ഇതിൻ്റെ ഇടയിൽ നിന്ന് മൂട്ട് ഏതാണ്ടൊക്കെ വന്ന് എന്നെ കടിച്ചു. ഒട്ടും രാത്രി നല്ലതായിട്ട് ഉറങ്ങാനായിട്ട് സാധിച്ചില്ല കേട്ടോ. അതൊക്കെ ഞാൻ കാണിച്ചിരുന്നല്ലോ. അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ നമുക്കുണ്ടായിരുന്നു. അപ്പോഴേ നമ്മൾ ഇറങ്ങാനുള്ള സമയവും സ്ഥലവും ആയിരിക്കുകയാണ്. ഇനി ഏകദേശം ഒരു 1/4 മണിക്കൂറത്തെ യാത്ര മാത്രമേ ഉള്ളൂ നമുക്ക്. നേരം പരപരാ വെളുത്തു. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് ആന്ധ്രാപ്രദേശിലൂടെയാണ് കേട്ടോ. നമ്മുടെ ട്രെയിൻ ആണെങ്കിൽ കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക 4 സ്റ്റേറ്റ് കവർ ചെയ്തിട്ടാണ് മൈസൂരിലേക്ക് എത്തുന്നത്. അത്യാവശ്യം നല്ലവണ്ണം വളഞ്ഞു ചുറ്റിയാണ് മൈസൂരിലേക്ക് എത്തുന്നത്. നേരെ വെളുത്തുണ്ണ കാണുന്ന കാഴ്ചയുണ്ട്. അതിമനോഹരമായ സ്ഥലങ്ങളാണ്. നമുക്ക് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ബോർഡറാണ് കേട്ടോ. തമിഴ്നാട് കുപ്പത്ത് നിന്ന് ഏകദേശം 6 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ തമിഴ്നാടാണ്. അതുപോലെ തന്നെ കുപ്പത്ത് നിന്ന് 15 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കർണാടക ബോർഡറിലേക്ക്. അപ്പം തമിഴ്നാടിൻ്റെ കൾച്ചറൊക്കെ ഫോളോ ചെയ്യുന്നൊരു സ്ഥലം കൂടെയാണ് കുപ്പം എന്ന് പറയുന്നത്. അടിപൊളി കാഴ്ചകളാണ് നമുക്ക് വെളുപ്പാങ്കലത്ത് നമുക്ക് ലഭിക്കുന്നത് കണ്ടോ. നമ്മുടെ പാരലായിട്ട് തന്നെ റോഡ് പോകുന്ന കാഴ്ച കണ്ടോ. അതിമനോഹരമായ പച്ചപ്പൊക്കെ നിറഞ്ഞ നല്ല തണുത്തൊരു കാലാവസ്ഥയാണ്. കുപ്പം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2000 അടിയിൽ മുകളിൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പശ്ചിമഘട്ടത്തിലെ സ്ഥലം കൂടെയാണ് നമ്മൾ പോകുന്ന കുപ്പം എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ കൃഷി സ്ഥലങ്ങളാണ് കണ്ടോ. നല്ല നല്ല വീടുകൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കൃഷി സ്ഥലങ്ങളും ഗ്രാമീണ പ്രദേശങ്ങളും ഒക്കെ കടന്ന് നമ്മളുടെ യാത്ര ഇങ്ങനെ പോവുകയാണ്. എനിക്ക് ഈ കുപ്പം ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് കണ്ടോ, പാടം പോലെ കൃഷി സ്ഥലത്ത് വെള്ളമൊക്കെ നിറച്ചാണ് ഇവർ കൃഷി ചെയ്യുന്നത്. പരമ്പരാഗത കൃഷി രീതികളാണ് ഇവിടെയുള്ള ആൾക്കാർ ഏറ്റവും കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നത്. അത്യാവശ്യം ഗ്രാമീണ ഒരു അന്തരീക്ഷമാണ് കുപ്പത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഈ രാവിലെയൊക്കെ ഈ ഡോറൊക്കെ തുറന്ന് പോയിരിക്കുമ്പോൾ പ്രത്യേക ഒരു കാര്യം സാധിക്കണം. ഈ
ഇവിടുത്തെ ആൾക്കാരുണ്ടല്ലോ മറ്റേ ടൂവിനൊക്കെ പോകാനായിട്ട് വന്നിരിക്കുന്ന സമയം കൂടിയാണിത്. അതുകൊണ്ട് നല്ല നല്ല കണികളൊക്കെ തന്നെ നമുക്ക് ഈ യാത്രയിലുടനീളം കാണാനായിട്ട് സാധിക്കുന്നതാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ കാഴ്ച വേറെ ഒരു അനുഭവമാണ്. ഡോറിൻ്റെ സൈഡിലൊക്കെ വന്ന് നമ്മളിങ്ങനെ നിൽക്കുമ്പം സൂക്ഷിച്ച് വേണം നിൽക്കാനായിട്ട്. അതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അങ്ങനെ നമ്മുടെ നീണ്ട നേരത്തെ യാത്രയ്ക്ക് ശേഷം ഏകദേശം ഒരു 12 മുതൽ 13 മണിക്കൂറിന് മുകളിലെടുത്ത യാത്രയ്ക്ക് ശേഷം നമ്മൾ ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലുള്ള കുപ്പം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അത്രയ്ക്ക് നല്ല ഭംഗിയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് കാണാനായിട്ട്. നമ്മുടെ തിരുവല്ല, ചെങ്ങന്നൂരൊക്കെ പോലെയുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ഈ കുപ്പം റെയിൽവേ സ്റ്റേഷൻ. ചെങ്ങന്നൂരൊക്കെ ഇതിലും ഡെവലപ്പാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ വണ്ടി. 2ാമത്തെ ഇത് കാണുന്നതാണ് കുപ്പം പ്ലാറ്റ്ഫോം നമ്പർ 1. സ്റ്റേഷനിലെ കുപ്പം പ്ലാറ്റ്ഫോം നമ്പർ 1 ആണ് നമുക്ക് മുമ്പിൽ കാണുന്നത്. ഈ പ്ലാറ്റ്ഫോമിലൊക്കെ തന്നെ ഉണ്ടല്ലോ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ് അല്ലേ. നമ്മുടെ വണ്ടി കറക്റ്റ് 5:59 6 മണിക്ക് മുമ്പ് ഓൺ ടൈമിൽ ഇവിടെ വന്നു. നമ്മൾ കുപ്പം എത്തിയിരിക്കുകയാണ്. നമ്മുടെ ട്രെയിനാണ്. നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഇനി ഈ ഓവർ ബ്രിഡ്ജ് കയറിയിട്ട് അപ്പുറത്ത് 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തണം. നമ്മളിപ്പം നിൽക്കുന്നത് 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. ഇനി നമുക്ക് കുപ്പം മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്ത് വരാം. അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് നമ്മളിപ്പം വന്നിരിക്കുന്ന കുപ്പം റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ പണികളൊക്കെ നടക്കുകയാണ്. അപ്പം സ്റ്റേഷൻ്റെ മുന്നിലേക്ക് ചെന്നിട്ട് നമുക്ക് ഓട്ടോ എടുത്തിട്ട് നമുക്ക് പോകാം. ഇതുണ്ടോ കുപ്പത്തെ കാഴ്ചയാണ്. പുറകിൽ 4 പേര്, ഫ്രണ്ടിൽ ഇത്രയും ആൾക്കാർ. എന്താ ഈ വണ്ടിയിലാണ് ഇന്ന് കുപ്പം കറങ്ങാൻ പോകുന്നത്. ഇങ്ങോട്ടേക്ക് അതിപ്പോൾ ഒരു 10 പേരോളം ഉണ്ട്. നമ്മുടെ കേരളത്തിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഫൈൻ. നമ്മളിപ്പം കാണുന്നത് തിരക്കൊന്നുമില്ലാത്ത കുപ്പത്തിൻ്റെ കാഴ്ചയാണ്. കുപ്പം എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ആന്ധ്രാപ്രദേശിലെ ഒരു സ്ഥലമാണ്, ചിറ്റൂർ ജില്ലയിലെ സ്ഥലമാണ് കുപ്പം. അതുവഴിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഒട്ടും തന്നെ തിരക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. ഒരു തമിഴ്നാട് കൾച്ചർ ഫോളോ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. തമിഴ്നാട് ഇവിടുന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ബോർഡറിലേക്ക്. എന്നിരുന്നാലും നല്ല രസമുണ്ട് കേട്ടോ. കൂടുതലായിട്ട് ഇവിടെ ഷെയർ ഓട്ടോകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏകദേശം ഒരു 10-15 ആൾക്കാരെ അവരതിനകത്ത് കൊണ്ടുപോകും. ഈ റോഡിൻ്റെ ഇരു സൈഡിലും നിൽക്കുന്നത് യൂക്കാലി മരങ്ങളാണ് കേട്ടോ. നല്ല ഭംഗിയില്ല ഇത് കാണാൻ തന്നെ. ഇവിടെ ആണെങ്കിലും ഉണ്ടല്ലോ ഹെൽമെറ്റ് ഒന്നും വെക്കത്തൊന്നുമില്ല ആരും. വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ല, ഹെൽമെറ്റ് ഇല്ല, ഒന്നും തന്നെ ഇല്ല. നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിയ അവസ്ഥ. ഞാൻ ഇവിടെ വന്ന കാര്യം എന്താണെന്ന് ഞാൻ പറയാം. എൻ്റെ പെങ്ങള് കൊച്ചിൻ്റെ ലാംപ് ലൈറ്റിംഗ് സെറിമണി, നേഴ്സിംഗുമായി ബന്ധപ്പെട്ട ഒരു സെറിമണിയാണ് ലാംപ് ലൈറ്റിംഗ് സെറിമണി. എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇവർക്ക് ഇന്നേ ദിവസം കോട്ടൊക്കെ കൊടുത്തിട്ട് ലാമ്പ്, നമ്മുടെ മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് ഒരു ഫംഗ്ഷൻ പോലെയാണ്. ഇതിൽ പങ്കെടുക്കാനായിട്ടാണ് ഞാൻ ഇന്ന് കുപ്പത്ത് എത്തിയിരിക്കുന്നത്. ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിനി കുപ്പം കാണാനായിട്ട് ഇറങ്ങിയാണ്. ഇവിടെ ആണെങ്കിലുണ്ടല്ലോ ആർക്കും ഹെൽമെറ്റ് വേണ്ട. നോക്കിക്കേ, വണ്ടി ഓടിക്കുന്നവനും വേണ്ട, പുറകെ ഇരിക്കുന്നവനും വേണ്ട, ബുക്കും പേപ്പറും ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. പല വണ്ടികൾക്കും നമ്പർ പ്ലേറ്റ് പോലും ഇല്ല. അതാണ് രസം. കേരളത്തിലായിരുന്നു ഇപ്പോൾ ക്യാമറയും പോലീസുകാരും ഒക്കെ പെറ്റി അടിച്ച് കൊടുത്തേന് ഉറപ്പല്ലേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുപ്പം മാർക്കറ്റിലാണ് കേട്ടോ. ഏകദേശം ഇപ്പോൾ ഒരു 3 മണിയോളം സമയമായിട്ടുണ്ട്. കുപ്പം മാർക്കറ്റ് ഒത്തിരി രസമാണ്. നമ്മുടെ തമിഴ്നാടൊക്കെ ചെല്ലുന്ന ഒരു ഫീലാണ് ഈ മാർക്കറ്റിൽ കൂടി ഇങ്ങനെ നടന്നു പോകാനായിട്ട്. ഇവിടെ വെറ്റയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വെറ്റയുണ്ട്. ഇത് പാക്കാണ്, പലതരത്തിലുള്ള പാക്ക്, വെറ്റ, മല്ലിപ്പൂവ്, മുല്ലപ്പൂവ് എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം മുല്ലപ്പൂ വൈകിട്ടത്തേക്കിന് കെട്ടുന്നുണ്ട്. വെറ്റയിലാണെങ്കിൽ കാണുന്നില്ല. അപ്പം രസമാണ്. ഈ തമിഴ്നാട്ടിൽ ചെല്ലുന്നൊരു പ്രതീതിയാണ് ഇവിടെ. പക്ഷേ ഇത് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലുള്ളൊരു സ്ഥലമാണ് കുപ്പം. നല്ല രസമുണ്ട് കേട്ടോ. ഫ്രൂട്ട്സൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ ഒത്തിരി കാഴ്ചകൾ. നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. തുണിയുടെ കച്ചവടം, ചെരുപ്പിൻ്റെ കച്ചവടം, മാങ്ങ, നല്ല അടിപൊളി മാങ്ങ, ഇതിൻ്റെയൊക്കെ കച്ചവടം. പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ നമ്മുടെ നാട്ടുപുറത്തൊക്കെ കാണുന്ന രീതിയിൽ ചിന്തുക്കട, ചെറിയ ചെറിയ കടകൾ. വേണ്ട സിന്ദൂരമൊക്കെ ഉണ്ട്. അല്ല, ഇത് ഫുള്ള് മാർക്കറ്റാണ് കേട്ടോ. വലിയ വലിയ കടകൾ മുതൽ ചെറിയ ചെറിയ കടകൾ വരെയുണ്ട്. പച്ചക്കറി കട, ബാഗ്സ്, വെജിറ്റബിൾസ് എല്ലാ സൈഡിലെ. അതുപോലെ തന്നെ ഇലവർഗ്ഗങ്ങൾ, ബീട്രൂട്ട് അടുക്കി വെച്ചേക്കുന്നുണ്ട്. രസമുണ്ടല്ലേ.
നല്ല രസമുണ്ട്. ഇത് ചീരയാണ്, മല്ലി ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ മാങ്ങ, മാങ്ങ. അതുപോലെ തന്നെ പെട്ടിയോട്ടോയിൽ പഴങ്ങളിട്ട് വിൽക്കുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ കച്ചവടങ്ങൾ. അതിന് ചീരയും അതുള്ള പച്ച ലീഫ് ഒത്തിരി ഉണ്ട് കേട്ടോ. മല്ലി, ചീരയൊക്കെ ഉണ്ട്, പാലക്ക് ചീരയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പൂവ്. ഒരുപാട് കച്ചവടക്കാരുണ്ട്. സൈഡിലെല്ലാം വലിയ വലിയ കച്ചവടക്കാർ. ഇവിടെ എല്ലാം ചെറിയ ചെറിയ തുണി വിൽക്കുന്നവർ, ചെരുപ്പ് വിൽക്കുന്നവർ, പച്ചക്കറി ആൻഡ് ഫ്രൂട്ട്സ് വിൽക്കുന്നവർ, പിന്നെ പൂക്കൾ, അതുപോലെ തന്നെ കണ്ണാടിയും ഷീപ്പും പൊട്ടും ഒക്കെ വിൽക്കുന്നവർ, വെജിറ്റബിൾസ്. ഷെയർ ഓട്ടോ ഇവിടെ അടിപൊളിയാണ്. എത്ര പേര് വേണേലും അവർ ഷെയർ ഓട്ടൊക്കെ ഉണ്ട്. സമയം ഏകദേശം ഒരു 4 മണിയോടടുത്ത് ചെറിയ ചെറിയ കൂടിലാക്കിയിട്ട് പച്ചക്കറി ഇങ്ങനെ വെച്ചേക്കാണ്. എങ്ങനെ ഒരു പാക്കറ്റ് വില? 10 രൂപ, 20 20 രൂപയാണ് ഒരു പാക്കറ്റ് ഇങ്ങനെ വിലയാകുന്നത്. ഏകദേശം ഒരു 1/2 കിലോയോളം കാണുമായിരിക്കും. കിഴങ്ങുണ്ട്, ബീൻസ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒന്നിൻ്റെ പേരങ്ങോട്ട് കറക്റ്റ് വരുന്നില്ല. തക്കാളിക്ക ഉണ്ടോ? ചെറിയ തക്കാളിക്ക, ക്യാരറ്റ് വൈറ്റ് ഉണ്ട്, ബീറ്റ്റൂട്ട് ഉണ്ട്, പയർ, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് എല്ലാം 20 രൂപ. പൂവ്. ലുലു ബസാർ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം നേരെ അങ്ങോട്ട് വേണം ലുലു ബസാർ. ഇവിടെ എവിടെയോ ലുലു ബസാറുണ്ട്. ഒറിജിനൽ ലുലു ആണോ എന്ന് ചെല്ലുമ്പോഴേ അറിയാൻ പറ്റത്തില്ല. ഇവിടെ തുണികളുടെ സെക്ഷൻ കേട്ടോ. വാഗ പൂത്തിരിക്കുന്നുണ്ടോ? നൈസാണല്ലേ. ഇവിടെ ഫുള്ള് തുണിക്കടകളാണ്. അങ്ങോട്ട് ഓട്ടോയൊക്കെ വരുന്നുണ്ട്. ഷെയർ ഓട്ടോ കേട്ടോ. ഒരു ഓട്ടോയിൽ 10-15 പേരൊക്കെ കയറും. നല്ല ഫോണും. ഈ സൈഡിൽ മൊത്തം തുണികളുടെ കച്ചവടമാണ്. ഇവിടെ എല്ലാം തുണികളുടെയാണ്. കുപ്പം ഒത്തിരി ഉണ്ട് കാണാനായിട്ട്. നോക്കിയേ, ഇതാണ് ലുലു ബിഗ് ബസാർ ഇവർ പറഞ്ഞല്ലേ. ഞാനോർത്ത് ലുലുവിൻ്റെ ഔട്ട്ലെറ്റാണെന്ന്. ഓക്കെ. ഇവിടെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ബാറ്റ്, പാത്രങ്ങൾ, തുണികൾ എന്ന് വേണ്ട സർവ്വതും കിട്ടും അല്ലേ. ഇവിടെ ഫുൾ സാധനം കിട്ടും. നമ്മൾ വീണ്ടും മെയിൻ റോഡിലേക്ക് എത്തിക്കണേ. ഇവിടെ ഉണ്ടല്ലോ ട്രിപ്പിൾസ് പോകാം, 4 പേര് ഒന്നിച്ച് ബൈക്കിൽ പോകാം, ഹെൽമെറ്റ് വേണ്ട, അങ്ങനെയൊക്കെയുള്ള രസകരമായ ഓരോ കാര്യങ്ങളുണ്ട്. വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് വേണ്ടതുണ്ട്. ഒടിഞ്ഞ നമ്പർ പ്ലേറ്റുള്ള വണ്ടി, അതിന് നമ്പർ പ്ലേറ്റ് പൂർണ്ണമായിട്ട് മാറ്റിയ വണ്ടി, എന്തെല്ലാം വേണേലും ഇവിടെ കാണിക്കും. ഇവിടെ RTO ഇല്ല, ഒന്നും പോലീസ് പോലും ഇല്ല, ചെക്കിങ് ഒന്നുമില്ല. RC ബുക്ക് വേണ്ട, നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വണ്ടി വരുന്നത്. RC ബുക്ക് വേണ്ട, ഇൻഷുറൻസ് വേണ്ട, ടാക്സ് വേണ്ട, പൊല്യൂഷൻ വേണ്ട, ഒന്നും വേണ്ട. ഇവിടൊക്കെ എങ്ങനെ വേണേലും ഓടിക്കാൻ വേണ്ടി ലൈസൻസ് പോലും ഇല്ലാതാണ് ഓരോരുത്തർ വണ്ടി ഓടിക്കുന്നത് കേട്ടോ. ഹെൽമെറ്റൊക്കെ ഇല്ലാതെ എത്ര എണ്ണം വരുമെന്ന് നോക്കിയാൽ. കേരളത്തിലല്ല ആയിരുന്നെങ്കിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ നമുക്ക് വരുമാനം കിട്ടിയ പെറ്റിയാണ്. ഇതാണ് ട്രിപ്പിൾസ് പോകുന്നുണ്ടോ? വേണ്ട ട്രിപ്പിള്. മിക്ക വണ്ടിക്കും നമ്പർ പ്ലേറ്റ് ഇല്ല, പുറയിലും ഫ്രണ്ടിലും ഒന്നുമില്ല. അതുകൊണ്ട് പോകുന്നു, അത് കാണിക്കാൻ പറ്റത്തില്ല. ഫ്രണ്ടിൽ പോകുന്ന വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ല. കാണും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ, വണ്ടികൾ ഇതുവഴി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് സഞ്ചിയാണ്. സഞ്ചിയും ഇവിടെ കിട്ടും കണ്ടോ. സഞ്ചിക്ക് വേണ്ടി മാത്രം കടയുണ്ട്. അതുപോലെ തന്നെ കളറ്, ചോക്ക് എല്ലാം ഉണ്ട്. ചിരാതൊക്കെ, പൊടി, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കോലം ഇടത്തില്ലേ, അതിനാവശ്യം വേണ്ട പൊടികളെല്ലാം തന്നെയുണ്ട്. ഇത് ബുദ്ധൻ, എൻ്റെ ഫ്രണ്ടാണ് കണ്ടാ. ഇത് പലചരക്ക് കടയാണ്, നമ്മുടെ അവിടുത്തെ വലിയ കടയാണ്, ഇവിടുത്തെ വലിയ കടയാണ്. അതുപോലെ തന്നെ അതിൻ്റെ കോലം ഇടുന്നതിന് പല കളറുള്ള പൗഡർ ഒക്കെയുണ്ട്. പച്ചക്കറി മാത്രമല്ല, ഇവിടെ ഇങ്ങനെ റോഡിൻ്റെ ഇരു സൈഡുകളിലായിട്ട് അടിപൊളി കടകളൊക്കെ ഉണ്ട്. അടിപൊളി കടകൾ ഒരുപാട് കടകളുണ്ട്. വൈകിട്ടാകുമ്പോഴത്തേന് വേറെ ഒരു ലെവൽ ആംബിയൻസ് ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ തുണിക്കട, ചെറിയ നിക്കറുകളും മറ്റുമൊക്കെ കിട്ടുന്ന ചെറിയൊരു കട. അങ്ങനെ അതിൻ്റെ വലിയ പലചരക്ക് കടയൊക്കെ ഉണ്ട്. ഇലക്ട്രോണിക് സാധനങ്ങളുടെ കട, തുണിക്കട, അങ്ങനെ എല്ലാം അങ്ങോട്ട് ഇങ്ങനെ. അവിടെയായിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഇതുവഴിയും കുറേ വീടുകളും കെട്ടിടങ്ങളും കടകളും ഒക്കെയാണ് അവിടെ കാണുന്നത്. സ്കൂൾ ബസ് ഉണ്ടോ? നമ്മുടെ അവിടുത്തെ പോലീസുകാർ ഉപയോഗിക്കുന്ന വാൻ്റെ കൂട്ടത്തിൽ തന്നെ ഗില്ലൊക്കെ എൻ്റെ സ്കൂളിലെ ഗ്ലാസ്സിൽ അടിച്ചു വെച്ചിട്ടുണ്ടോ? സ്കൂൾ ബസ്സിൻ്റെ ഗ്ലാസ്സിൽ അടിച്ചു വെച്ചേക്കുന്നു. എന്തിനാണെന്നറിയത്തില്ല, സേഫ്റ്റിക്കായിരിക്കും അവർ. പക്ഷേ
എല്ലാ ബസ്സിനും ഇല്ല, ചില ബസ്. ഈ വണ്ടിക്കാണെങ്കിൽ നമ്പർ പോലും ഇല്ല, നമ്പറില്ല, കണ്ണാടി ഇല്ല, ഒന്നുമേ ഇല്ലാച്ച്. നമ്മുടെ ആർട്ടിയ പിടിക്കുകയാണെങ്കിൽ എങ്ങനെ കളിച്ചാലും ഒരു 1000 രൂപയ്ക്കുള്ള ബാക്കി കൂടുതലുണ്ട്. നമ്പർ പ്ലേറ്റേ ഇല്ല, ബാഗിലുണ്ടോ നോക്കട്ടെ നൈസായിട്ട്. ആ ബാക്കിലുണ്ട്. ആ വണ്ടിക്ക് ഗ്രില്ലൊന്നുമില്ല, സ്കൂൾ ബസ്സിന് ഗ്രില്ലൊന്നുമില്ല. അടിപൊളി ടൗണാണ് കുപ്പം. ഇത് ഞാവൽപ്പഴം. എത്ര രൂപയാണ് ഞാവൽപ്പഴം? 1 കിലോ ഞാവൽപ്പഴം 50 രൂപയാണ്. അതുപോലെ തന്നെ വലിയ തേങ്ങയൊക്കെ ഇടപെടേ. മിക്ക പച്ചക്കറികൾ 20 രൂപയ്ക്ക് നമുക്ക് കവറായിട്ട് കിട്ടും. പിന്നെ തേങ്ങയ്ക്ക് ഇവിടെ 40 രൂപയാണ് കേട്ടോ. 40 രൂപയ്ക്കാണ് റേറ്റ്. തേങ്ങയ്ക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല, നാട്ടിലെ പോലെ തന്നെ. ഇവിടെ കുപ്പിയോളകളൊക്കെ ഉണ്ടല്ലോ, ഏത് വെറൈറ്റി സാധനം വേണേലും ഉണ്ട്. അതേ നോക്കിയേ, രാത്രി വരുവാണെങ്കിലുണ്ടല്ലോ ഇതിങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് നല്ല തിളങ്ങി നിൽക്കാം. പല കളറ്, പല കൈക്കുള്ള പല വളകൾ, സ്ലൈഡുകൾ, പോട്ടുകൾ, ചാന്ത്, കൺമഷി, ഇതിൻ്റെ മൊത്തം വളകൾ, കമ്മലുകൾ എല്ലാം ഉണ്ട്. ഇതേ ചെറിയൊരു പലചരക്ക് കട. ഇവിടെയായിട്ട് ചെറിയൊരു പച്ചക്കറി കടയുണ്ട്. ഇതൊരു ഗാന്ധി മണ്ഡപമാണ്, ഗാന്ധിജി ഉണ്ടാകുന്നത്. ഗാന്ധി മണ്ഡപത്തോട് ചേർന്നിട്ടാണ് ഈ കച്ചവടം നടത്തുന്നത്. കണ്ടോ, ഇവിടെ ഹെൽമെറ്റ് ഒന്നിനുമില്ല. അതേ നോക്കി എത്ര എണ്ണമാണ് പോകുന്നതിന്. നമ്മുടെ തിരുവല്ല അരിയണമായിരുന്നു, ഇപ്പം ബെറ്റി അടിച്ച് കൈ തന്നേന്. സ്കൂൾ കുട്ടികളൊക്കെ പോകുന്നുണ്ട്. ഇങ്ങനെ വല്ലതും നമ്മുടെ നാട്ടിൽ കുട്ടികളെ കൊണ്ടുപോകുമോ? ഒരിക്കലുമില്ല. അതെ, ഇത് മാല കോർക്കാൻ വേണ്ടിയിട്ടുള്ള പൂവാണ്. കോർത്ത് ഉള്ളത് കൊണ്ട് കോർക്കാൻ വേണ്ടിയിട്ടും പൂ കിട്ടും. അതുപോലെ തന്നെ അതെ, ഇത് കപ്പലണ്ടിയാണ് കേട്ടോ. കപ്പലണ്ടിയുടെ തോടോട് കൂടിയുള്ള ഭാഗമാണിത്. അത് വേവിച്ചെന്നില്ലോ, അവിടെയുണ്ട് വേവിച്ച്. നല്ല ചൂടും മസാല ദോശയൊക്കെ കിട്ടുക. ജ്വല്ലറിയാണ്. ഇതെന്തോ ചെയ്ത് തരും. ബിരിയാണി. പട്ടികളല്ല, ആടൊക്കെ പോകുന്നുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ. സമയം ഏകദേശം ഒരു 4:30 ആയിട്ടുണ്ട്. ബെൽറ്റ്, വാച്ച്, ടോർച്ച് ഒക്കെ കിട്ടുന്നില്ല. ഇവിടെ ഫാനൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം കച്ചവടങ്ങളാണ് കേട്ടോ. താഴും താക്കോലും പൂട്ടും ഒക്കെ കച്ചവടം. പൂട്ട് പൊളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. എല്ലാ സംഭവം. ഇപ്പം റൂറൽ സർക്കിൾ ഇൻസ്പെക്ടറിൻ്റെ ഓഫീസാണിത്. ഓഫീസ് ഓഫ് സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, കുപ്പം റൂറൽ, ചിറ്റൂർ ഡിസ്ട്രിക്ട്, ആന്ധ്രാപ്രദേശ്. കണ്ടോ, ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ സർക്കിൾ ഓഫീസിൻ്റെ മുമ്പിൽ കൂടെ നിൽക്കുന്നുണ്ടോ? എന്തൊക്കെ രസമാണ് അല്ലേ? സർക്കിൾ ഓഫീസിന് മുമ്പിൽ കൂടെ ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ എത്ര എണ്ണ പോകുന്നു നോക്കി. നോ, എൻ്റെ സൈക്കിളിൽ അഭ്യാസം. ഇവിടെ പൂവുണ്ട്. മുഴമാണ് റേറ്റ്. ഇത് ഒരു പിടിയാണ്. അത് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കോർത്തെടുക്കാനായിട്ട്. പിന്നെ തുണിത്തരങ്ങളൊക്കെ ധാരാളമാണ്. ജമന്തിയൊക്കെ അതേ കൂടോടെ കൊണ്ടുപോകുന്നു. ജീൻസൊക്കെയാണ് അവിടെ വിൽക്കാനായിട്ട്. ഷർട്ട്, അവിടെയും ഷർട്ട്, പാനിപ്പൂരി, അങ്ങനെയൊക്കെയാണ്. ഇത് ഓട്ടുപാത്രങ്ങളുടെ കട, സ്റ്റീൽ പാത്രങ്ങളുടെ കട. ഇത് ചായക്കട, നല്ല അടിപൊളി ചായ ആയിരിക്കും. മാമ്പഴം 30 രൂപ 1 കിലോ. അല്ല, 3 കിലോ 100 രൂപ, 33 രൂപ 1 കിലോ. ഇതാണ് കുപ്പം റെയിൽവേ സ്റ്റേഷൻ. ഞാൻ പറഞ്ഞില്ലേ, റെയിൽവേ സ്റ്റേഷൻ. നമ്മളിവിടെയാണ് രാവിലെ വന്ന് ട്രെയിൻ ഇറങ്ങിയിട്ട് അവിടുന്ന് ഷെയർ ഓട്ടോ എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങനെ പോയത്. ഇവിടെ അവല്, മുറുക്ക്, അത് വേണ്ട എന്ന് വേണ്ട എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. ലഡു, ജിലേബി, പേട, എല്ലാവിധ സാധനങ്ങളും ഇവിടെ. അതുപോലെ തന്നെ പാനിപ്പൂരി ഉണ്ടാക്കുന്ന അണ്ണനും ടീമും. ഞങ്ങൾ ഈ ഷെയർ ഓട്ടോ എടുത്തിട്ട് വീണ്ടും ഞങ്ങൾ പോവുകയാണ്. ഒരു വണ്ടിയിൽ എത്ര പേരാണ് നോക്കിയത്? കുറയിലും ആളുണ്ട്. നമ്മളിപ്പം കുപ്പം സിറ്റിയിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. അതും ഷെയർ ഓട്ടോയിൽ. നമ്മുടെ സാരഥി ഈ അണ്ണനാണ് കേട്ടോ. ഇവിടുന്ന് റൈറ്റാണ് നമ്മൾ. ആ വണ്ടിയുടെ അലോയ് വീലൊക്കെ ഉണ്ടോ, നൈസാണ്.
ബസറിൻ്റെ സൗണ്ടാണ് കിയോ കിയോ കേൾക്കുന്നത്. നമ്മളിപ്പം വന്ന വഴിയാണ് ഇതിന് ഈ കാണുന്നത്. ഞാൻ പറഞ്ഞില്ല, അവിടെ നിന്ന് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനകത്ത് തൊട്ടടുത്ത് ട്രെയിൻ പോകുന്നത് നമുക്ക് കാണാവുന്നത്. ദേ കുപ്പം റെയിൽവേ സ്റ്റേഷൻ. പിൻ നമ്പർ 517425 കണ്ടാ. ഇത് പ്ലാറ്റ്ഫോം നമ്പർ 1, അത് 2, അതുകൂടാതെ 2 ലൈൻ വേറെ ഉണ്ട്. അപ്പം നമ്മളുടെ വണ്ടി വരുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ്. കുപ്പം റെയിൽവേ സ്റ്റേഷൻ അടിപൊളിയാണ് കേട്ടോ. നല്ല ശാന്തസുന്ദരമായ പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്നൊരു അടിപൊളി ഒരു കുഞ്ഞ് സ്റ്റേഷനാണ് കുപ്പം. നമ്മളുടെ ട്രെയിന് ഇപ്പം വരും 6:30 ആകുമ്പോഴത്തേന് വരും. മൈസൂരിൽ നിന്ന് തിരുവനന്തപുരം നോർത്ത് വരെ പോകുന്ന 16315 തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ്, കൊച്ചുവേളി എക്സ്പ്രസ് എന്നൊക്കെ പണ്ടറിയപ്പെട്ടിരുന്ന വണ്ടിയാണ്. അതിലാണ് നമ്മൾ നാട്ടിലേക്ക് പോകുന്നത്. നമ്മൾ വന്നതും അതിൽ തന്നെയാണ് മൈസൂർ എക്സ്പ്രസ് 16316 എന്ന് പറയുന്ന മൈസൂർ എക്സ്പ്രസ്സിൽ നിന്നാണ് നമ്മൾ വന്നത്. കൊച്ചുവേളി ഇപ്പോഴത്തെ തിരുവനന്തപുരം നോർത്തിൽ നിന്നെടുക്കുന്ന സെയിം വണ്ടി തന്നെയാണ് ആ വണ്ടി. അത് തിരിച്ച് വരുമ്പോൾ നമ്മളതിന് തിരിച്ചു പോകുന്നു. അടിപൊളി സ്റ്റേഷനാണ് കേട്ടോ കുപ്പം, എനിക്കിഷ്ടപ്പെട്ടു. പ്ലാറ്റ്ഫോമിൽ മരങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം ഇവിടെ വന്നുകൊണ്ട് കണ്ട ഒരു മരമാണിത്. ഇത് ഏത് മരമാണെന്ന് അറിയത്തില്ല, പക്ഷെ നല്ലതാണ് കേട്ടോ. പ്ലാറ്റ്ഫോമിൽ ഒരു മരം പഴമയെ വിളിച്ചോതുന്ന ഒരു പ്രതീതിയാണ് കുപ്പം റെയിൽവേ സ്റ്റേഷനിൽ കാണാൻ പറ്റുന്നത്. പണ്ടത്തെ കൺസ്ട്രക്ഷൻ മെത്തേഡ്. ഇവിടെ ഡ്രിങ്കിങ് വാട്ടർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരുപാട് പേര് ഇവിടെ വണ്ടിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി, നല്ല രസമുണ്ട്. ചിത്രരചനയൊക്കെ ഉണ്ട് വോളിൽ. മൈസൂർ തിരുവനന്തപുരം പോയി എക്സ്പ്രസിൻ്റെ ഡീറ്റെയിൽസാണ്. അപ്പം പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ് നമ്മുടെ എക്സ്പ്രസ് ട്രെയിന് വരുന്നത്. ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 1, അതിനപ്പുറത്തെ 2. അപ്പം ഇനി നാട്ടിൽ ചെന്നിട്ട് വിശേഷങ്ങളേറെ കാണാം. അപ്പോഴേ ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.